എന്ത് ഇഷ്ടമായിരുന്നു അറിയും ഈ പ്ലെയറെ പണ്ടോട്ടെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ടീമിലൊരു ബോളിംഗ് ഓൾറൗണ്ടർ അല്ലെങ്കിൽ പേസ് ബോളർ ഓൾറൗണ്ടർ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടമായിരുന്നു ഹർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാർദിക് പാണ്ഡ്യയുടെ സ്റ്റോറികൾ കേൾക്കുമ്പോൾ 5 രൂപ പാർലജി ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിട്ടാണ് അവൻ പണ്ടൊക്കെ നെറ്റ്സിന് പോകുണ്ടായിരുന്നു, അത് കഴിച്ചിട്ടായിരുന്നു അയാളുടെ വിശപ്പടക്കം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവനെ പല ആൾക്കാർ അഹങ്കാരമാണ് അതാണെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇന്ത്യൻ ടീമിൽ എത്തിയിട്ടില്ല, ഇല്ലായ്മകളിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ എത്തിയിട്ടില്ല. കുറച്ചൊക്കെ അഹങ്കാരമാവാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ആ ഹർദിക് പാണ്ഡ്യയുടെ അഹങ്കാരം കുറച്ചധികം കൂടിപ്പോയി. 2017 2019 2020 മുംബൈ ഇന്ത്യൻസ് കപ്പടിച്ചപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗമായിരുന്നു ഹർദിക് പാണ്ഡ്യ. അതിനുശേഷം ക്യാപ്റ്റൻസി എന്നുള്ളൊരു മോഹം തോന്നി. അത് സ്വാഭാവികമായിട്ട് ഒരു പ്ലെയർക്ക് തോന്നാവുന്നതാണ്. അത് അവൻ്റെ അഹങ്കാരം എന്നും പറയാൻ പറ്റില്ല. അത് ഗുജറാത്ത് ടൈറ്റൻസിൽ അവൻ ഭംഗിയായി ചെയ്ത് കൊടുത്തു. ഗുജറാത്ത് ടൈറ്റൻസിൽ പോയി ആദ്യ സീസണിൽ തന്നെ കപ്പടിച്ചു കൊടുത്തു, രണ്ടാമത്തെ സീസണിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് 2024 മുംബൈ ഇന്ത്യൻസ് തിരിച്ചു വിളിച്ചപ്പോൾ ആ ക്യാപ്റ്റൻസി ഹർദിക് പാണ്ഡ്യ ചോദിക്കാൻ പാടില്ലായിരുന്നു. അവൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശം ഡിസിഷനാണത്. ഇത് ഒരു പോരാളി എന്ന് തോന്നിച്ച ഹർദിക് പാണ്ഡ്യനെ ഇപ്പോൾ എല്ലാവരും ഒരു കോമാളിയുടെ പോലെയാണ് നോക്കിക്കാണുന്നത്. മുംബൈക്ക് വേണ്ടി മുംബൈയിലൊരു കോമാളിയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഹർദിക് പാണ്ഡ്യയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. വെറും ഒരു കോമാളിയുടെ അവസ്ഥയായി പോയി ഹർദിക് പാണ്ഡ്യയ്ക്ക് ഇപ്പോൾ.